ലക്ഷ്മി അല്ലേ? ലക്ഷ്മി മുളകിട്ട് അരച്ചത് നിർത്തി പൊരിച്ചത് ലക്ഷ്മി ചോദിച്ചു വാങ്ങിച്ചത് കുറെ എണ്ണം. അത് ഈ ലക്ഷ്മീനെ ഈ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അവളത് അർഹ കേട്ടോ, അത് അതുകൊണ്ടാണ് കേട്ടോ. അല്ല നമ്മൾ സാധാരണ നമുക്ക് ഒരു ലക്ഷ്മിയെ പോലെ സാഡിസ്റ്റ് മൈൻഡിൽ നമ്മൾ പറയുന്നതല്ല. ലക്ഷ്മി അത് അർഹയാണ്, അവളത് ചോദിച്ചു വാങ്ങിക്കുന്ന. ലാലേട്ടൻ ലക്ഷ്മിനെ ഊക്കി പൊളിക്കുന്ന സമയത്ത് പ്രേക്ഷകർ അവിടെ കാണാനിരിക്കുന്ന ആൾക്കാർ കയ്യടിക്കുന്ന കയ്യടിയുണ്ട്. ആ കയ്യടി പോലും അതിനുള്ള തെളിവാണ്. കാരണം അവൾ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ലക്ഷ്മി കഴിക്കുന്നത്. ഇനി ഞാൻ ആദ്യൊരു കാര്യം പറയാറേ, ഈ മസ്താനി എന്ന് പറയുന്ന സാധനം എഡിറ്റാനെ പറ്റി കുറച്ച് പറയാനുണ്ട്, അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ സാധനത്തിന്റെ കാര്യം തീർത്തോട്ടെ. ലക്ഷ്മി ബിഗ് ബോസിനകത്ത് കളിക്കുന്ന എല്ലാ ഗെയിമും ഫേക്കാണ്. ഞാനിത് ഈ ഓണിയൻ ഇഷ്യൂ ഉണ്ടോ ആദ്യം ഇഷ്യൂ കൊണ്ട് പറയുന്നതല്ല. അവള് വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഈ LGBT കമ്മ്യൂണിറ്റിക്കെതിരെ അവൾ വരുന്ന കാര്യങ്ങൾ പോലും അതിനകത്ത് പോലും കള്ളത്തരുണ്ട്. അത് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ അത് മനസ്സിലാവും. അതിന് തെളിവ് ഒരാൾ പുറത്ത് വിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവളിപ്പോൾ ഓണിയലിരിക്കുന്ന സോറി പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പുറത്തിറങ്ങിക്കുന്ന എല്ലാവരും കൂടെ അവളെ ഊക്കി പൊളിക്കും. അതായത് അടിച്ചടിച്ച് അവളുടെ ഫോഴ്സിൽ വരെ അടിച്ചു പോകുന്ന ലക്ഷ്മിക്കുന്നവര് മനസ്സിലായി. അപ്പൊ അവളുടെ നാടകമാണ് ഈ മാപ്പും കോപ്പും. ഇതേ അവളാണല്ലോ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് മസ്താനി ഇതിപ്പോ നാളെ തിരുത്തി പറഞ്ഞാൽ പോലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും എന്നുള്ളത്. അതുകൊണ്ട് ഇവൾ ഈ പറഞ്ഞ മാപ്പും കോപ്പും ഒന്നും സത്യസന്ധമായിട്ട് എടുക്കുകയേ വേണ്ട. അത്ര കൂതറയായിട്ടുള്ള സാധനമാണ്. ഒരു കാരണവശാലും ശരി ഈ വക ഐറ്റത്തിനെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂല. അടുത്ത ആഴ്ച എന്തായാലും പുറത്തു പോകും, 100% പുറത്തു പോകും. പുറത്തു പോകുന്നവരെ ഈ ആഴ്ച പുറത്താകാൻ നന്നായി ഞാൻ പറയുള്ളൂ. അല്ല കാരണേ, അതായത് പ്രേക്ഷകരും ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികളും ഇവളെ എടുത്തിട്ട് അലക്കണം, എല്ലാവരും എടുത്തിട്ട് അലക്കണം. കാരണം ഇവളത് നമുക്ക് ആരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എപ്പോഴും ഞാൻ പറയുന്നതാണ്. പക്ഷേ മസ്താനിയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ലക്ഷ്മിയെ പോലുള്ള ആൾക്കാർ ഇവര് പേഴ്സണൽ അറ്റാക്ക് ഇവർക്ക് കിട്ടണം. കാരണം മറ്റുള്ള ആൾക്കാർ അത്രയും ഹേർട്ട് ചെയ്ത് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ തോന്നുന്ന അവന്മാർക്ക് അതിന്റെ വില മനസ്സിലാവണം. പേഴ്സണൽ അറ്റാക്ക് എന്താണെന്ന് ഇവന്മാർക്ക് മനസ്സിലാവണം. അത് ഇവന്മാർക്ക് കിട്ടേണ്ടത് തന്നെയാണ്.